അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ ഏതാണ് മൈൻക്രാഫ്റ്റ്. അതേ മൈൻക്രാഫ്റ്റിൻ്റെ യൂട്യൂബ് വർക്കില്ല, അതിൻ്റെ 3ാം ഭാഗമാണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ഓക്കെ ഗൈസ്, ഞാൻ ഈ വേൾഡ് സ്പോണായിട്ട് ഇപ്പോൾ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ചെറിയൊരു ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അയണ് കുഴിച്ചെടുത്തായിരുന്നു കഴിഞ്ഞ, പിന്നെ ഇതിൻ്റെ അതുള്ള അവസാനത്തേത്. ഞാൻ ബാക്കി 2 അയണും കൂടി ഒന്ന് കുഴിച്ചെടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ആടെയുള്ള 2 കൂടി പൊട്ടിച്ച് 3 ഉണ്ട്, വീണ്ടും 1 കൂടി ഉണ്ട്. ഓക്കെ, നമുക്കതിപ്പോൾ എടുക്കണം ഗൈസ്. നമ്മളെ ഹെൽത്ത് കുറച്ചും നല്ലോണം റീച്ചാന്ന് വെച്ചാണ്ടതുണ്ട്. നമ്മളെ ഫുഡെല്ലാം തീർന്നു പോയിട്ടുണ്ട്, വിശപ്പുണ്ട് ഗൈസ്. നിങ്ങൾക്കൊക്കെ എൻ്റെ ഹങ്കർ കണ്ടാൽ തിരിയും. നല്ലോണം പൊട്ടിച്ചു. ഓക്കെ, എടുത്ത് കിട്ടി എന്നാ വിട്ടോ ഗൈസ്. നേരെ നമ്മൾ ഈ ചാനൽ പിന്നെ തൊട്ട് 10K സബ്ബാണ് ഗൈസ്. 10K അല്ല, 10 സബ്ബാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ഈ മരം ഒന്ന് മുറിച്ചെടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങളിത് കാണുമ്പോൾ ഫുള്ള് ബ്രൈറ്റ്നെസ്സിലിട്ട് കണ്ടോക്കെ ഗൈസ്. ഷെയ്ഡെല്ലാം സീനായിട്ടുണ്ടാവും. രാത്രിയോനായി എൻ്റെ ബെഡെല്ലാം വെച്ച ബെഡ് ഉണ്ടാക്കി നമ്മളതിന് ഉണ്ടാക്കിയെന്നല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. ഇതിപ്പോൾ രാത്രിയാവൂടാ. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എങ്ങനെയല്ലോ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെയായിരുന്നു എൻ്റെ ബേസ്. ഞാനിപ്പോൾ പിന്നെ ഇവിടെ വന്ന് ഇറങ്ങി, എന്നിട്ട് പിന്നെ രാവിലെയായി, അങ്ങനെയൊക്കെ റെഡിയായി, സെറ്റായി ഗൈസ്. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ധീര ഞങ്ങൾ വാൾ വീശിയാൽ ഏതാരാ. വാ. ഞാൻ ആകെ 2 ഒരു പശുവിനെ വെട്ടി, 2 ബീഫ് വെട്ടി, അല്ല മട്ടൺ വെട്ടി. അതെടുത്തിട്ട് ചൂടാക്കി എനിക്ക് തിന്ന്. രാത്രി കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ട്. എനിക്ക് സ്കെൽട്ടണെല്ലാം വന്ന് അടിച്ച് അങ്ങനെ കുറേ പണിയായി. പിന്നെ ഒരു പ്രാവശ്യം ചത്ത് എനിക്ക് നേരെ ഇവിടെ സ്പോണായിട്ട് ഞാൻ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം എന്നും കൂടി വീഡിയോയിൽ പോയിട്ട് നോക്കിയത് എനിക്ക് മനസ്സിലായി ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കോൾ ഇതുവരെ കിട്ടിയില്ല, കോള്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാർക്കോളാക്കിയിട്ട് അതിനെക്കൊണ്ട് ടോർച്ച് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോഴത്തേക്ക് ഞാൻ മറന്നുപോയി. ഇതാണ് നമുക്ക് ഗൈസ് നമ്മുടെ ക്ലൗഡ്. ഇങ്ങനെയാണ്. ഞാൻ റെൻഡറെല്ലാം കുറച്ചിട്ടാണ്, ചെറിയൊരു ബഗ്ഗില്ല, അത് ഞാൻ പരിഹരിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ബേസിലേക്ക് തിരിച്ചു വിടണം. ഇനി ഈ ബേസ് എവിടെയൊന്ന് വീണ്ടും കണ്ടുപിടിക്കണം. അവിടെ മൂഞ്ചീസ്. അപ്പം ഗൈസ്, ഒന്നും കൂടി ബേസ് കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ചോദിച്ച് കണ്ടുപിടിക്കാം ഗൈസ്, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഷുഗർ കെയിൻ ഉണ്ട് ഇവിടെ. ഇത്തലത്തിൻ്റെ ലൊക്കേറ്റ് ചെയ്യട്ടെ. ഓക്കെ, താഴോട്ട് പോയി ഗൈസ്. ഇതാണ് അണ്ടർഗ്രൗണ്ട്. വെള്ളത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ടാവുക ഈ ഷെയ്ഡർ പാക്കിൽ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോകണം ഗൈസ്. നമ്മൾ മരം മുറിച്ച് എഴുതുന്ന ഇപ്പം കാണുന്നില്ല. ചെറിയ ബഗ് ഉണ്ടാവുക, ചെറുതല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല ഗൈസ്. അവിടെ ഞാനില്ല, ഒന്നും കൂടി എൻ്റെ ഹൗസിൻ്റെ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ ഈ സ്ഥലം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന വുഡെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ അകത്തിട്ട് കത്തിക്കാനാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഫുള്ള് കത്തിക്കുന്നില്ല, ഒരു 4 എണ്ണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു 6 എണ്ണം എന്നാൽ കത്തിക്കട്ടെ. നമുക്ക് ആദ്യം ഒന്നിനെ കൊണ്ട് ചാർക്കോൾ ഇട്ട് ഗൈസ്. ഇനി നമുക്ക് ഫസ്റ്റ് ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. ഈ വേൾഡിൽ എൻ്റെ ആദ്യത്തെ ടോർച്ച്. അയ്യോ, ഉണ്ടാക്കിയില്ല ഗൈസ്. യെസ് ഗൈസ്, ഈ വേൾഡിൽ എൻ്റെ ആദ്യത്തെ 4 ടോർച്ച്. യെസ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ടോർച്ചിൻ്റെ പ്രകാശം എങ്ങനെയാണ് ഉണ്ടാവാൻ.
അത് ഞാൻ എൻ്റെ മറ്റൊരു ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ അവിടെ. ഒന്നും സാധിച്ചില്ല. ഇതേപോലെ ഉണ്ടാവും. ഈ ഷെയ്ഡ് ഓഫ് ബാഗ് ശരിക്കാണ് കണ്ണെന്തോ ആയിപ്പോൾ. പക്ഷേ ശരിക്കും ഷെയ്ഡ് ഓഫ് ബാഗിൽ പ്രത്യേകിച്ച് നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും. പക്ഷേങ്കിൽ അത്ര ഇതൊന്നും ഇല്ലടാ. ഇത് മോജാങ്ക് റിലീസ് ചെയ്തതല്ല, എന്നാലും നല്ലൊരു ഷെയ്ഡ് ഓഫ് ബാഗാണിത്. റിലീസ് ചെയ്ത ആളെ നമ്മൾ കൈകൊട്ടി അഭിനന്ദിക്കേണ്ടതായിട്ട് വരും. ഇത് ഗൈസ്, ഇതാണ് നമ്മളെ ചുവന്ന ബെഡ്. അറിയാലോ ചുവന്ന ബെഡ് എങ്ങനെ ഉണ്ടാക്കി. ഓക്കെ, ഇത്ര മതി തൽക്കാലത്തേക്ക്. ഇതും വെച്ച് ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കട്ടെ. 12 എണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്, 12 എണ്ണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു അതിൻ്റെ പേര് മറന്നുപോയി ഗൈസ്. നമ്മുടെ അയണ് ചൂടാക്കണം. അയണ് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കാനല്ല, ഉരുക്കിയെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കുക്ക് ചെയ്യണം. നമ്മുടെ രാത്രിയാകാനായി. ഇപ്പോൾ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, ഇന്നേച്ച് രാത്രിയാകുന്നതിന് മുമ്പേ കിടന്നുറങ്ങിയാൽ പിന്നെ രാവിലെ മോപ്സിൻ്റെ ശല്യം ഉണ്ടാവില്ല ഗൈസ്. അതാണ് ഞാൻ വേഗം കിടന്നുറങ്ങും. ഓക്കെ ഗൈസ്, 2 മിനിറ്റ് ഇവിടെ നിൽക്കാം. ഞാൻ പിന്നെ അതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം മരിച്ചിരുന്നു. എന്നിട്ട് ഞാൻ എണീച്ച് അന്നേറ്റ് എൻ്റെ ഇത് സ്പോൺ പിന്നെ ഇതിൻ്റെ കൂടെ ലിങ്ക് ആയിട്ടില്ല പോലും. ഞാൻ മരിച്ചിട്ട് എണീച്ചാൽ വേറെ സ്ഥലത്ത് എണീച്ച അന്നേരം ഒന്നും എൻ്റെ പിന്നെ ബെഡുമായിട്ട് ലിങ്ക് ആയിട്ടില്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ബെഡ് കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്ക് രാത്രിയായിട്ടാണെങ്കിൽ ബെഡ് കണ്ടുപിടിച്ച് എന്നിട്ട് അപ്പോഴും കിടന്നുറങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അല്ലെങ്കിലോ ഇത് ഈ ഗുഹ ഇല്ല നമ്മളെ ബേസിൻ്റെ അടുത്താണ്. ഓക്കെ ഗൈസ്, ഇവനെ കൊന്ന് 3 എണ്ണം തന്നെ. ഇവ ഇത്രയും വേഗം ഒന്നും ഇവൻ 3 എണ്ണം തന്നെ. ആടാ ഇനിയും കൂടി ഒന്ന് തീർത്തി വെച്ച് നമുക്ക് നേരെ ബേസിലോട്ട് പോവാം. നമുക്കൊരു വീടെല്ലാം ഉണ്ടാക്കണം. പക്ഷേ അത് ഈ സ്ഥലത്തല്ല ഗൈസ്. എന്തായാലും ഞാൻ വിച്ച് ബാക്കിലൊരു ഇല്ല ഞാൻ കണ്ടില്ല ഒന്ന് വിച്ച്. മൈ ഗോഡ്, ആ സാധനം